ഹലോ ഓൾ, ഇന്ന് നമുക്ക് കുറച്ച് IPL ടോക്സ് ആയാലോ. IPL കുറിച്ച് ചുമ്മാ ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിനെ പറ്റിയിട്ടാണ്. സോ അവരെ പറ്റി പറയുമ്പോൾ അതിന്റെ കൂടെ RCB കൂടി ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. എനിക്ക് ആദ്യം തന്നെ സംസാരിക്കാനുള്ളത് വിരാട് കോഹ്ലി ഒരു സഞ്ജു സാംസൺ ഫാൻ ആണോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ റീൽസിലൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ കിടന്ന് ഇങ്ങനെ ഓടുന്നത് കാണുന്നുണ്ട്. അതായത് സഞ്ജു സാംസൺ ഔട്ടായി പുറത്തേക്ക് പോകുമ്പോൾ അതിൽ ഭയങ്കര വിഷമം കാണിക്കുന്ന വിരാട് കോഹ്ലിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. ശരിക്കും എന്താണ് സംഭവം? എനിക്കും സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു സാധനമാണ്. കാരണം പുള്ളിയുടെ ഒരു ഫേസ് എക്സ്പ്രഷനും ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ സാധാരണ കോഹ്ലി, നമുക്കറിയാം കോഹ്ലിനെ എന്താ ഒപ്പോണന്റ് ആയിട്ട് കളിക്കുന്നത് ഏത് ടീമും ആവട്ടെ, കൂടെ ഓപ്പോസിറ്റ് കളിക്കുന്നത് ആരും ആവട്ടെ, മെയിൻ ഒരു വിക്കറ്റ് പോകുമ്പോൾ കോഹ്ലി കാണിക്കാറുള്ള ഒരു സെലിബ്രേഷൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ അതൊന്നും ആയിരുന്നില്ല സഞ്ജു ഔട്ടായപ്പോ കോഹ്ലിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഭയങ്കരമായിട്ട് എന്തോ ഞാൻ ചെറുപ്പത്തിലെന്നല്ല, ഒരു 2013 സമയത്താന്ന് തോന്നുന്നു വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ഒരു മത്സരം കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് പോയായിരുന്നു. അപ്പൊ അന്ന് ഒരു മീഡിയ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇന്ന് ആര് ജയിക്കും എന്നാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യ ജയിക്കണം, പക്ഷെ ക്രിസ് ഗെയിൽ ഒരു സെഞ്ചുറി അടിച്ച് കാണണം എന്നൊരു സാധനം ഞാൻ പറഞ്ഞായിരുന്നു. ക്രിസ് ഗെയിൽ സെഞ്ചുറി അടിക്കുകയും വേണം, ഇന്ത്യ ജയിക്കുകയും വേണം എന്നുള്ളൊരു ഒരു സാധനം ഞാൻ ഇങ്ങനെ അന്ന് പറഞ്ഞാണ്. അപ്പൊ ഏറെക്കുറെ അതേപോലെ എനിക്ക് തോന്നിയത്. കോഹ്ലിയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം കളി നമ്മൾ ജയിക്കണം, പക്ഷെ സഞ്ജു ഒരു നല്ല പെർഫോമൻസ് നടത്തണം എന്നുള്ളത് ഉണ്ടായിരുന്നായിരിക്കണം. സോ കാരണം സഞ്ജുവിനോട് അത്ര കണ്ട് ഒരു വലിയ താല്പര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫാൻസിനോടാണ്, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻസിനോടാണ്. ഫാൻസിനെ സംബന്ധിച്ചിട്ട് ഇപ്പം സഞ്ജു സാംസണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആള് പുതിയൊരു ക്ലബിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആകെ 3 മത്സരങ്ങളെ ആയിട്ടുള്ളൂ. സോ ആൾക്ക് അവിടെ വന്നൊന്ന് അഡോപ്റ്റ് ആവാനുള്ള ടൈം വേണം. ആള് കാരണം ഓരോ ക്ലബ് ആവുമ്പോൾ ക്ലബ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അപ്പൊ അതുമായിട്ടൊന്ന് അഡോപ്റ്റ് ആയി വരാൻ ആർക്കാണെങ്കിലും കുറച്ച് സമയം എടുക്കും. പ്രത്യേകിച്ച് സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് സെറ്റായി ധോണിക്കൊരു പകരക്കാരനാവാൻ അങ്ങനെയൊന്നും അല്ല. ധോണിക്കൊരു പകരക്കാരൻ എന്നൊരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും അവരൊരു ലോങ് ടൈം ജേർണിയാണ് സഞ്ജുവിന് വേണ്ടിയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം ഇപ്പോ ഈ ചെന്നൈ സൂപ്പർ കിങ്ങിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1-2 സീസണൊക്കെ ഫോൾ ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കുഴപ്പമില്ല. 5 ട്രോഫിയുള്ള ടീമാണ്. അപ്പോ ഫാൻസ് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് 5 കപ്പാണ് അവർ നേടി തന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു ടീം 1, 2, 3 സീസണൊക്കെ ഫോൾ ഡൗൺ ആയി എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഞാനിപ്പോ റീൽസിലൊക്കെ പല വീഡിയോസ് ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ഫാൻസ് ആണെങ്കിൽ കൂടെ അവരൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ വിളിച്ചു പോകുന്നു, എന്തൊക്കെയോ ലോയലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ അടുത്തുകൂടി പോലും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അവരുടെ സംസാരം കേൾക്കുമ്പോൾ 5 ട്രോഫി നേടി തന്ന ഒരു ടീമിനെയാണ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അങ്ങനെയൊന്നല്ല, ലോയലിറ്റി കീപ്പ് ചെയ്യുക. അപ്പൊ RCB നോക്കും, ഞാൻ അതാണ് RCB വേണം കണക്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞത്. 18 വർഷം അവർ കാത്തിരുന്നില്ലേ. സോ ഞാനൊരു RCB ഫാനാണ്. 18 വർഷം കാത്തിരുന്നു. അപ്പൊ എന്നിട്ടും അവരാ ടീമിനെ വിട്ടില്ല, അവരാ ലോയലിറ്റി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എത്ര ക്ലബ്ബുകൾ. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം RCB സംബന്ധിച്ചിട്ട് ഇപ്പോ ഈ വർഷം അവർക്ക് വീണ്ടും ചാമ്പ്യൻസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ കഴിഞ്ഞ വർഷത്തെ ആ സെയിം ടീം തന്നെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് 1-2 ആഡിങ് നടന്നിരിക്കുന്നു. നമുക്കറിയാം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് കൂടാതെ വെങ്കടേഷ് അയ്യർ, അതേപോലെ ബദല് ഒക്കെ ബെഞ്ചിലിരിക്കുന്നു. അപ്പൊ ബെഞ്ച് സ്ട്രെങ്ത് പോലും അത്രയും ഓക്കെയാണ്. ഇപ്പൊ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഒക്കെ ബാറ്റ്സ്മാൻമാരെല്ലാം ഫോമിലാണ്. അപ്പൊ RCB സംബന്ധിച്ചിട്ട് ആ സെയിം ടീം കീപ്പ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ക്ലബ് ഫിലോസഫിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. സോ അവരപ്പോ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. ടീം മുഴുവൻ പൊട്ടിപ്പോയിരിക്കുന്നു. പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് പലരും വിരമിച്ചിരിക്കുന്നു, പല വഴിക്ക് പോയിരിക്കുന്നു, ആളുകൾ പ്രായമായിട്ടുണ്ട്. അപ്പൊ അവർ ചെന്നൈയെ സംബന്ധിച്ചിട്ട് പുതിയ ഒരു ടീം ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു കടമ്പ മുന്നിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവര് സഞ്ജു സാംസണെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ പുതിയ ഒരുപാട് മുഖങ്ങൾ ഇന്ന് നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ കാണാം. അത് ഈ വർഷം കപ്പടിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലൊന്നും അല്ല അവരിത് ചെയ്തേക്കുന്നത്. അവരൊരു ലോങ് ടൈം ജേർണി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇവരെ വെച്ചിട്ട് ഒരു ലോങ് ടൈം ഇനി അങ്ങോട്ട് തുടർന്നുള്ള IPLകളിലൊക്കെ ഒരു വലിയ ശക്തിയായി മാറുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പുതിയൊരു ടീം ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ അതിനെ വെയിറ്റ് ചെയ്യൂ. ഫാൻസിനോടാണ് പറയുന്നത്, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ലോയലായി വെയിറ്റ് ചെയ്യുക. ഈ തവണയോ അല്ലെങ്കിൽ അടുത്ത തവണയോ ഫോൾ ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് 5 ട്രോഫി ഇല്ലേ, ആ ലോഗോയ്ക്ക് മുന്നിൽ 5 സ്റ്റാർ ഇല്ലേ. അപ്പോ നിങ്ങൾ അങ്ങ് ഡിസപ്പോയിന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ലോയലിറ്റി ഇല്ലായ്മയാണെന്ന് തന്നെ പറയാൻ പറ്റൂ. കാരണം നമുക്കറിയാം, ഞാൻ ഫുട്ബോൾ കുറെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഫാൻസ് ലോയലിറ്റി എന്താണെന്ന് ഫുട്ബോൾ കാണുന്ന ആളുകൾക്ക് മാക്സിമം അറിയാമായിരിക്കും. അവിടുത്തെ ഒരു ലോയലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
പ്ലേയേഴ്സ് വരും പോകും, മാനേജേഴ്സ് വരും പോകും, ഓണേഴ്സ് വരും പോകും, ക്ലബ്ബ് നമ്മുടേതാണ്. സോ ഇതിനെയാണ് ഒരു യഥാർത്ഥ ഫാനിസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്ലെയർ വരുമ്പോൾ ആ പ്ലെയറിന്റെ പുറകെ അപ്പുറത്തെ ക്ലബ്ബിലോട്ട്, ആ പ്ലെയർ വേറൊരു ക്ലബ്ബിൽ പോകുമ്പോൾ അവിടുന്ന് അങ്ങോട്ട്, ഇതിനെ ഒരു ഫാൻ ലോയലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്ലെയറിനോടുള്ള ഒരു ആരാധന, അത്രേ നമുക്ക് കാണാൻ കഴിയും. അതിനെ അങ്ങനെ കാണാൻ കഴിയും. അല്ല ഒരു ടീമിനോട് ഇത് എന്റെ ടീമാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു ടീം ഉള്ളതിനെയാണ് ആ ഒരു ടീമിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ആ ടീമിനെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ ലോയലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസ് ആയിരുന്ന പലരും ഇന്ന് ചെന്നൈയിൽ പോയിരിക്കുന്നു. അവർക്ക് ആ ടീമിനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. പക്ഷെ എന്തിനോ വേണ്ടി അവർ ജയ് വിളിക്കുന്നു, കാരണം സഞ്ജു സാംസൺ അവിടെ ഉണ്ട് എന്നുള്ള പേരിൽ. സോ അപ്പൊ എനിക്ക് തോന്നുന്നു അവര് രാജസ്ഥാൻ റോയൽസിൽ നിലനിന്നതും സഞ്ജു സാംസൺ ഉള്ളതിന്റെ പേരിലായിരിക്കാം. അപ്പം എനിക്കറിയില്ല അപ്പൊ ക്ലബിനോട് ഇവർക്ക് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ ആ ടീമിനോടാണോ ഇവരുടെ സ്നേഹം എന്നുള്ള. അവര് ലോയൽ ഫാൻസ് ആവാൻ സാധ്യതയില്ല. അവരൊരു പ്ലെയറിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു പ്ലെയറിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന ആളുകളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു. ഇപ്പൊ ഞാൻ നമ്മുടെ മലയാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് റീൽസിലൊക്കെ തന്നെ ഞാൻ പലയിടത്തും കണ്ടു. ചിലരൊക്കെ വന്ന് ജേഴ്സി ഒക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട്. ഒരു താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഞാൻ ഈ ജേഴ്സി ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് ഞങ്ങൾ സഞ്ജുവിനെ ഓർത്തിട്ടാ എന്നൊക്കെ. അതൊക്കെ എന്ത് പൊട്ടത്തരമാണ് എന്നുള്ളതാണ്. ഞാൻ പൊട്ടത്തരം എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. ഒരു ലോയൽ ഫാൻ എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും ക്ലബിനെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും. അല്ലാതെ പ്ലെയേഴ്സിനെ കണ്ട് പ്ലെയറിന്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ ട്രോഫി കണ്ട് ട്രോഫിയുടെ പുറകെ പോകുന്നതിനോ ലോയലിറ്റി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സോ ചെന്നൈ ഫാൻസ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അവരൊരു ലോങ് ടൈം ജേർണി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് അവരുള്ളത്. അവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പലരും ഫീൽഡ് ഔട്ട് ആയി. അപ്പോ അവർക്ക് പുതിയൊരു പരിപാടി മേക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അവർ ആ ഒരു ഇതിലാണ്. നമ്മൾ അസീബിനെ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട. കാരണം അസീബി ഏകദേശം സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. പിന്നെ ചെന്നൈയാണ്, പറയാൻ പറ്റില്ല, 3 കളി തോറ്റു. സോ ചെന്നൈക്ക് ഒന്നൊരു പ്രശ്നമല്ല. ചെന്നൈ എപ്പോ വേണമെങ്കിലും കയറി വരാം. ചെന്നൈ മുംബൈ എന്ന് പറയുന്ന ഈ 2 ജയൻസുകൾ അവരെപ്പോ വേണമെങ്കിലും കയറി വരാം. അവരെ നമുക്ക് ഒരിക്കലും താഴെ കളയാൻ പറ്റില്ല. അവരെപ്പോ വേണമെങ്കിലും കയറി വരും. അവരുടെ തനിക്കോണ അവർ കാണിക്കും. കാരണം ഈ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ റയൽ മാഡ്രിഡ് ആരില്ലെങ്കിലും ഏറ്റവും ചെറിയ ടീമിനെ വെച്ച് പോലും അവര് പലതവണ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു IPL സ്വാഗ് ഈ പറയുന്ന ചെന്നൈക്കാണെങ്കിലും മുംബൈക്കായാലും ഉണ്ട്. സോ അവര് ട്രോഫി അടിക്കുന്നതിൽ വലിയ അത്ഭുതമില്ലാത്ത കാര്യമാണ്. അവർക്ക് അത് അറിയാതെ അവരുടെ ക്ലബ് ഫിലോസഫിയിൽ തന്നെ ട്രോഫി അടിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോ RCBനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫിലോസഫി നമുക്ക് അറിയാം. പക്ഷെ RCB ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. സോ അത് ആ ചേഞ്ചുമായിട്ട് അത് അങ്ങനെ തന്നെ പോവട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും IPL തുടങ്ങിയിട്ടേ ഉള്ളൂന്നേ. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. താങ്ക് യു.